കൊല്ലം കുളത്തൂപ്പുഴയിൽ ഫർണിച്ചർ കടയ്ക്ക് തീ പിടിച്ചു. കുളത്തൂപ്പുഴ ടൗണിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനാണ് തീ പിടിച്ചത്. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കണ്ണൻ നായരുടെ വിവരങ്ങളുമായി അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും കാണാം. ഗ്യാസല്ല അല്ലേ ഫ്രിഡ്ജൊക്കെ ഫ്രിഡ്ജിനകത്തൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാൽ അതല്ല ഗ്യാസിന്റെ താഴെ വലിയ പ്രശ്നമില്ല. മേളിൽ തന്നെ ഇത്രയും നേരം കണ്ണൻ കുളത്തൂപ്പുഴയിലെ ഫർണിച്ചർ കടയ്ക്ക് തീപിടിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. കുളത്തൂപ്പുഴ ടൗണിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് തീപിടിച്ച് തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണിപ്പോൾ. കാരണം തീ ആളി പടരുന്നത് ദൃശ്യങ്ങളിൽ കാണാം. കട ഏതാണ്ട് പൂർണ്ണമായും കത്തിയൊരു മട്ടാണ്. എന്താണ് ഇപ്പോൾ അവസ്ഥ? തീ അണയ്ക്കാൻ കഴിഞ്ഞോ? തീ അണയ്ക്കാൻ ഏകദേശം അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും ആ ഫർണിച്ചർ കട കത്തി വെച്ചിരിക്കുന്നു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ എവിടെ നിന്നാണ് എങ്ങനെയാണ് തീ പടർന്നതെന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഈ കടയുടെ പിൻഭാഗത്ത് നിന്നാണ് ആദ്യം തീ ഉയർന്നത്. എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. അതിന് സമീപത്തായി ഒരു ഫാൻസി ഷോപ്പ് ഉണ്ട്. തൊട്ട് സമീപത്ത് തന്നെ ഒരു ചെറിയ ചായക്കട പ്രവർത്തിക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ബാങ്ക് മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്ഥലത്താണ് ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയത്. ഏകദേശം തീ അണഞ്ഞിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഈ കടയിൽ ഉടമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്. കുളത്തൂപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടത്. ഫർണിച്ചർ കടയ്ക്കാണ് തീ പിടിച്ചത്. ഗ്യാസല്ല